റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു മാസം വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിച്ചതായി അമേരിക്ക പറയുന്നു. റഷ്യയുമായുള്ള നിർണായക ചർച്ച നാളെ നടക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തന്ത്രം ഫലം കാണുന്നുവെന്നാണ് നമുക്ക് വിവരം. എന്നാൽ അതേസമയം മോസ്കോയിൽ ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ സേന എന്നുകൂടി വാർത്ത വരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ രാവിലെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം കൊണ്ട് ചില ഗുണമുണ്ടാകുന്നു എന്ന് വേണമോ കരുതാൻ? തീർച്ചയായിട്ടും എസ്കേൻ. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ 2 ഇടപെടൽ, ഒന്ന് ഉക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെച്ചു. ഇനി ഷിപ്മെന്റ്സ് ഒന്നും പോകണ്ട, കപ്പലിൽ ആയുധങ്ങൾ കയറ്റി അയക്കണ്ട എന്ന് ട്രംപ് പറഞ്ഞു ഉക്രൈനിലേക്ക്. എന്ന് മാത്രമല്ല, ഉക്രൈനുമായിട്ടുള്ള ഇൻ്റലിജൻസ് ഷെയറിംഗ് അവർ നിർത്തിവെക്കുകയും ചെയ്തു. ഇൻ്റലിജൻസ് ഷെയറിംഗ് ഒരു തരത്തിലും നടത്താൻ സാധിക്കില്ല, രഹസ്യവിവരങ്ങൾ കൊടുക്കരുത് എന്ന് ട്രംപ് ശാസനം നൽകുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഉക്രൈനും അമേരിക്കയും തമ്മിൽ സൗദി അറേബ്യയിൽ നടന്ന സമാധാന ചർച്ചകളെ കാണാൻ. അതിലൊരു തരത്തിൽ മധ്യസ്ഥം വഹിച്ചത് സൗദി അറേബ്യ തന്നെയാണ്. ഇതിലിപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു വേ ഔട്ട് എന്ന് പറയുന്നത്, ഒരു മാസത്തേക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ ഉക്രൈൻ സമ്മതിച്ചു. ഇതാദ്യമായിട്ടാണ് ഉക്രൈൻ ആ തരത്തിൽ ഒരു സമ്മതം നൽകുന്നത്. വ്ളാഡിമിർ സെലൻസ്കി തന്നെ സൗദി അറേബ്യയിൽ പോയിരുന്നു. ഉക്രൈൻ്റെ ഉന്നതതല സംഘമുണ്ടായിരുന്നു. മാർക്കോ റൂബിയോ അടക്കം സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായിട്ട് ചർച്ച നടത്തി. ട്രംപുമായി കഴിഞ്ഞ ആഴ്ചയാണ് സെലൻസ്കിയും ട്രംപുമായിട്ട് ഏറ്റുമുട്ടിയത് നേരിട്ട് വൈറ്റ് ഹൗസിൽ. അത് ലോകമാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയായതാണ്. സെലൻസ്കിക്ക് പിന്തുണയുമായി യൂറോപ്പും ലോകരാജ്യങ്ങൾ എത്തി. പക്ഷേ സെലൻസ്കിക്ക് ഒരു ഉപദേശം യൂറോപ്പ് കൊടുത്തു: ട്രംപുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല, അമേരിക്ക സഹായം നിർത്തിയാൽ യുദ്ധത്തിൽ ഉക്രൈന് തോറ്റു തുന്നം പാടേണ്ടി വരും, അതുകൊണ്ട് സന്ധി ചെയ്യുക. അതിൻ്റെ പേരിലാണ് ക്ഷമ ചോദിച്ചുകൊണ്ട് സെലൻസ്കി ട്രംപിന് കത്തെഴുതിയത്. ആ കത്ത് US കോൺഗ്രസ്സിൽ ട്രംപ് വായിച്ചു. എന്തായാലും ട്രംപ് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്തായാലും ട്രംപ് കൃത്യമായിട്ട് ട്രംപ് കാർഡ് എടുത്ത് പയറ്റി മിലിറ്ററി എയ്ഡ് നിർത്തിവെച്ചിരിക്കുന്നു. രഹസ്യവിവരങ്ങൾ കിട്ടുന്നില്ല. എലോൺ മസ്കിനെ കൊണ്ട് ഒരു കാര്യം കൂടി പറയിപ്പിച്ചു എസ്കേൻ. അവിടെ സ്റ്റാർലിങ്ക് വഴിയാണ് എലോൺ മസ്കിൻ്റെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ. യുദ്ധത്തിൽ അത് ഏറ്റവും നിർണായകമാണ്, അത് ഓഫ് ചെയ്യുമെന്ന് പറയാതെ പറഞ്ഞു ഇലോൺ മസ്ക് പറഞ്ഞു ചിലപ്പോൾ അത് കേടാവും, ചിലപ്പോൾ ഓഫ് ചെയ്യേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ യുക്രൈനെ പരാജയപ്പെടുത്തുന്ന, മാനസികമായിട്ട് യുദ്ധപരമായിട്ടൊക്കെ പരാജയപ്പെടുത്തുന്നൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. ഒരു പക്ഷേ ഇത് ഒരു മാസത്തെ വെടിനിർത്തലിന് ഉക്രൈൻ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ട്രംപിൻ്റെ അന്ത്യശാസനത്തിന് മുൻപിൽ ഉക്രൈൻ ഒരു പരിധി വരെ കീഴടങ്ങി എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു തിരിച്ചൊരു കാര്യം അവർ വളരെ വ്യക്തമായി കാണിച്ചു. ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ഉക്രൈൻ ഈ 3 വർഷത്തിനുള്ളിൽ നടത്താവുന്ന ഏറ്റവും വലിയ ആക്രമണം, ഏതാണ്ട് 350ഓളം ഡ്രോണുകൾ മോസ്കോയിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പരത്തി. അവിടെ പല കെട്ടിടങ്ങളും തകർത്തു, 3 പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റു. ഒരുപക്ഷെ മോസ്കോയെ വിറപ്പിക്കുന്ന ഒരു ആക്രമണം നടത്തിയാണ് ഒരു മാസത്തെ വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുള്ളത്. ഇനി പന്ത് റഷ്യയുടെ കോർട്ടിലാണ്. അമേരിക്കൻ പ്രസിഡന്റിന് വലിയ പ്രതീക്ഷയുണ്ട്. നാളെ റഷ്യയുമായി അവർ ചർച്ച നടത്തുന്നുണ്ട്. അതിന് പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നേരിട്ട് ഫോണിൽ ചർച്ച നടത്തും. അതേ തുടർന്ന് റഷ്യ ഒരു മാസത്തേക്ക് വെടിനിർത്തലിന് സമ്മതിക്കും. ഇത് ആദ്യഘട്ടമാണ്. 2ാം ഘട്ടം എന്ന നിലയിൽ യുദ്ധത്തിൻ്റെ അപ്പോഴാണ് ഏറ്റവും ടഫായിട്ടുള്ള ഘട്ടം. കാരണം 20% പ്രദേശങ്ങൾ ഉക്രൈൻ്റെ കയ്യിലാണ്. 3 വർഷമായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈൻ അത് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അത് സെലൻസ്കിക്ക് വല്ലാത്ത ക്ഷീണമാണ്. അത് സെലൻസ്കിക്ക് മാത്രമല്ല, ഉക്രൈനും അതിന് സമ്മതിക്കുമെന്നറിയണം. യൂറോപ്യൻ രാജ്യങ്ങളെ ചർച്ചയിൽ കൊണ്ടുവരണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട്. ഖത്തറിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് അമേരിക്കയുടെ താല്പര്യം ട്രംപിൻ്റെ കാലഘട്ടത്തിൽ മാറുന്നു എന്നതിൻ്റെ സൂചന കൂടിയായിട്ടത് കാണേണ്ടി വരും. എസ്കെയിൻ, നേരത്തെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ച നടന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യ, അമേരിക്ക, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രമായി, കേന്ദ്ര രാജ്യമായി മാറുന്നു. എസ്കെയിൻ, ജെയിംസ്, മറ്റൊരു കാര്യം, ഈ 2ാം വട്ട വെടിനിർത്തൽ ചർച്ചകൾ നടക്കവേ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 7 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ അപ്ഡേറ്റ്സ് എന്താണ് ജെയിംസ്? എസ്കെയിൻ, വെടിനിർത്തലിന്റെ 2ാം ഘട്ട ചർച്ചകൾ ഖത്തറിലെ ദോഹയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേലി സംഘം ഈ മണിക്കൂറുകളിലാണ് എത്തിയത്. ആദ്യത്തെ ചർച്ചയിൽ വലിയ മുന്നോക്കം പോയില്ലെങ്കിലും പ്രശ്നങ്ങളൊക്കെ തീർക്കാമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പ്രതിനിധി
സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ളവരോടെ ഉണ്ട്. ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഇസ്രായേൽ ഈ ഒന്നാം ഘട്ട വെടിനിർത്തലിന് ശേഷം നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ഈ മണിക്കൂറുകളിൽ നടന്നിരിക്കുന്നു. അവിടെ 8 പേർ, ഒരു കുട്ടിയടക്കം 8 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ വെടിനിർത്തൽ ചർച്ചകളെ ഒരു തരത്തിൽ ഈ ട്രംപ് നടത്തിയ ഭീഷണി പോലെ ഒരു ഭീഷണിയാണ് ഇസ്രായേൽ മുഴക്കുന്നത്. നിങ്ങൾ ഉടനെ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള കാര്യങ്ങളിൽ സമ്മതിച്ചോ ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം ആരംഭിക്കുകയാണ്. അപ്പോൾ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വ്യോമാക്രമണവും സൈന്യത്തെ അവിടെ നിലനിർത്തിയിരിക്കുന്നു. ആ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിട്ടുണ്ട്. പക്ഷേ വേ ഔട്ടില്ല. ഹമാസിൻ്റെ സംഘടിത ശക്തിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ യുദ്ധം തീരാനുള്ള രണ്ടാം ഘട്ട ചർച്ചകളാണ് ഖത്തറിൽ ആരംഭിക്കുന്ന സ്കെയിൻ. അതിനിടയിൽ സിറിയയുടെ പല മേഖലകളിലും ഇസ്രായേൽ സേന കടന്നു കയറിയിട്ടുണ്ട്. അവർ പിൻവലിയില്ല എന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ സിറിയയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്ട് 1200ഓളം പേർ സുരക്ഷാ സേന നടത്തിയ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ലഡാക്കിയ തർത്തൂറിസ് മേഖലകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സുരക്ഷാ സേന അവിടുത്തെ അലവി വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ മുസ്ലിമുകളെയാണ് കൊന്നൊടുക്കിയത്. അതിനിടയിലാണ് ഇസ്രായേൽ സിറിയയിലെ ആ ഗോലാൻ കുന്നുകളടക്കം സിറിയ ഇസ്രായേൽ അതിർത്തിയിലെ പല ഭാഗങ്ങളിലും കയറി നിൽക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ളത് SKN, ലെബനൻ ആയിട്ട് വെടിനിർത്തൽ നടക്കുകയാണ്. പക്ഷേ ലെബനിലെ ഒരുപാട് തടവുകാർ ഇപ്പോൾ ഇസ്രായേലി ജയിലിലുണ്ട്. അതിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള 5 ലെബനൻ പൗരന്മാരെ വിട്ടയച്ചു എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നു. ലെബനുമായിട്ട് അതിർത്തി ചർച്ചകൾ കൂടി ഇസ്രായേൽ പുനരാരംഭിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മേഖലകൾ മുഴുവൻ ലെബനൻ, സിറിയ, ഹമാസിൻ്റെ ഗസ, ഇവിടെയൊക്കെ ഇസ്രായേലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭീഷണി കൂടി, വളരെ ഭീഷണി വരികയല്ല, അത് യാഥാർത്ഥ്യമാവുകയാണ്. കുറച്ച് നാളായിട്ട് യമനിലെ ഹൂതികൾ ഈ യുദ്ധക്കപ്പലുകൾ അതുപോലെ തന്നെ വാണിജ്യ കപ്പലുകളൊക്കെ ആക്രമിക്കലിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇസ്രായേൽ ബന്ധമുള്ള ഏത് കപ്പൽ വന്നാലും ഇന്നു മുതൽ ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ചെങ്കടലിൽ, അറബിക്കടലിൽ, ഗൾഫ് ഓഫ് ഈദനിൽ ഒക്കെ വരുന്ന കപ്പലുകൾ ആക്രമിക്കും. 4 ദിവസത്തെ ഡെഡ് ലൈൻ അന്ത്യശാസനം നൽകിയിരുന്നു ഹൂതികൾ ഇസ്രായേലിനോട് ഗസയിൽ നിന്ന് പിന്മാറാൻ. അതിൽ പ്രതിഷേധിച്ചാണ് അവർ ആക്രമണം വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചില്ലറ ആക്രമണമല്ല SKN, 100 വാണിജ്യ കപ്പലുകൾ അവർ ആക്രമിച്ചിരിക്കുന്നു. 2-3 കപ്പലുകൾ മുക്കി. അവർ ഈ ഗൾഫ് ഓഫ് ഈദൻ വളരെ ഇതായിട്ടുള്ള പ്രദേശം നേരോ ആണ്, 10-20 കിലോമീറ്ററേ ഉള്ളൂ. അതിന് തൊട്ടടുത്താണ് യമൻ്റെ സന അടക്കമുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് വളരെ ഈസിയാണ് ഈ കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഇവർക്ക് ആക്രമിക്കാനായിട്ട്. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരുപാട് തവണ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അവർ ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൂതികൾ അതിശക്തമായിട്ട് ആക്രമണം ആരംഭിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. താങ്ക് യു ബിബി ജെയിംസ്. താങ്ക് യു.